ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 12ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിടവക ഞാനായിരിക്കുമ്പോൾ ഇടവകയിൽ പൈശാചികമായ അസ്വസ്ഥതകളുള്ള ഒരു കുടുംബമുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ പതിവായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ ചെന്നും അവർ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയും അതുവഴി അവർക്ക് ആശ്വാസം കിട്ടിയിരുന്നു. പക്ഷെ ഒരു പൂർണ്ണമായ വിടുതലിലേക്ക് അവരെ നാളുകൾ വന്നില്ല. പിന്നെ ഞാൻ ആ ഇടവക സ്ഥലം മാറിപ്പോയി, വേറെ ഇടവകയിൽ വന്നു. അവിടുന്ന് വീണ്ടും സ്ഥലം മാറി മറ്റൊരു ഇടവകയിൽ വന്നു. ആ അവസരത്തിൽ അവരവരുടെ വീട്ടിലെ ഞെരുക്കങ്ങൾ ഇങ്ങനെ വല്ലാണ്ടായിട്ട് എൻ്റെ മകൻ വീണ്ടും പ്രാർത്ഥനാ സഹായം തേടി വന്നു. അവർ പറഞ്ഞ അച്ഛൻ അന്ന് വന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം അത് വല്ലാത്ത ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലാണ്. അച്ഛൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ നിങ്ങളുടെ വികാരി അല്ലല്ലോ. വികാരി അല്ലാത്തത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ മേൽ അന്നുണ്ടായിരുന്ന അധികാരം ഇപ്പോഴില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ വികാരിച്ചനായിരിക്കുന്ന ആളിൻ്റെ പക്കൽ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥന മേടിക്കണം. അതാണ് ചെയ്യേണ്ടത്. അവർ പറഞ്ഞ അച്ഛനോട് പറഞ്ഞാൽ അച്ഛനത് വിശ്വസിക്കുമെന്ന് അറിയാതെ ഞങ്ങളുടെ അവസ്ഥകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അച്ഛൻ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞ് അച്ഛൻ്റെ പ്രാർത്ഥന എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യണം, ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ ഇടവകയിലേക്ക് നിങ്ങൾക്ക് വരാം. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എനിക്ക് അധികാരമാണെങ്കിൽ അധികാരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. അവർ വിഷമിച്ച് പോയി, അവരോട് പ്രാർത്ഥന മേടിക്കാൻ വന്നില്ല. പക്ഷെ പിന്നീട് അവർക്ക് കുറേ ഞെരുക്കങ്ങളെല്ലാം ഉണ്ടായി ഞാൻ അറിഞ്ഞു. എന്തുകൊണ്ട് ഞാൻ അവരെ അങ്ങനെ പറഞ്ഞു വിട്ടത്? അതിൻ്റെ പുറകിലൊരു ആത്മീയ പാഠമുണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ. ഈ ബഹിഷ്കരണ ശുശ്രൂഷയിൽ അല്ലെ ഭൂതോച്ചാരണ ശുശ്രൂഷയിൽ 2 തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. കഴിഞ്ഞ ശേഷം ഞാൻ പറയുകയുണ്ടായി, സ്കേബയുടെ പുത്രന്മാർക്കുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ബാംഗ്ലൂർ ഞാനായിരിക്കുമ്പം എനിക്ക് അധികാരമില്ലാത്തടത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ടായ ഞെരുക്കത്തെക്കുറിച്ച്. അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഇതാണ്. 2 തരത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനകൾ. ഒന്ന് അപേക്ഷാ രൂപത്തിലുള്ളത്, മറ്റത് ആജ്ഞാരൂപത്തിലുള്ളത്. അപേക്ഷാ രൂപത്തിലുള്ള പ്രാർത്ഥന ഏതൊരു വ്യക്തിക്കും എവിടെയും ആർക്ക് വേണ്ടി ഉപയോഗിക്കാം, ഒന്നും പേടിക്കണ്ട. പക്ഷെ ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥന അത് ബഹിഷ്കരണ ശുശ്രൂഷയിൽ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ്. അത് അധികാരമുള്ള വ്യക്തികൾ അധികാരമുള്ളിടത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. അപേക്ഷാ രൂപത്തിലുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ചോദിച്ചാൽ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ഈശോ തന്നെ ഉൾച്ചേർത്തിരിക്കുന്ന, നമ്മളെല്ലാവരും എന്നും പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു ബഹിഷ്കരണ പ്രാർത്ഥനയാണത്. ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. ഇത് നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാളക്കാരിൽ മാത്രം കണ്ടിരിക്കുന്ന ഒരു ബഹിഷ്കരണ പ്രാർത്ഥനയാണ് ഏറ്റവും ലളിതമായിട്ടുള്ളതും ഫലപ്രദമായിട്ടുള്ള തരത്തിൽ ഉപയോഗിക്കാവുന്നതും വലിയ കുരിശടയാളം വരച്ചുള്ള പ്രാർത്ഥന. വിശുദ്ധ കുരിശന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇതൊരു നല്ല വിടുതൽ ശുശ്രൂഷയാണ്. നമ്മുടെ മേൽ തന്നെ 3 പ്രാവശ്യം 4 പ്രാവശ്യം കുരിശടയാളം വരച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, ദുഷ്ടാരൂപി ശത്രുവ് ഞങ്ങളെ രക്ഷിക്കണമേ. ആ ശത്രു പിശാച് തന്നെയാണ്. അതുപോലെ തന്നെയുള്ള മറ്റ് അപേക്ഷാ രൂപത്തിലുള്ള പ്രാർത്ഥനകളാണ്, വിടുതൽ പ്രാർത്ഥനകളാണ്. മഹത്വപൂർണ്ണ സ്വർഗരാജ്യ മാലാഖമാരുടെ നാഥെ അപേക്ഷിക്കുക അമ്മയോട്. മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന, രക്തക്കണ്ണീർ പ്രാർത്ഥന, അങ്ങനെയുള്ള കുറേ പ്രാർത്ഥനകളുണ്ട്. ഈ അപേക്ഷാ രൂപത്തിൽ നമുക്ക് വിടുതൽ നേടിത്തരാനായിട്ട് സഭയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത്. അതേസമയം ആജ്ഞാരൂപത്തിലെ പ്രാർത്ഥനകളും നമ്മുടെ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഈശോ അശുദ്ധാത്മാക്കളെ കൈകാര്യം ചെയ്യുന്നിടത്ത് ആജ്ഞാപിക്കുകയാണ്. മർക്കോസ് 1:24-25 വാക്യങ്ങളിൽ ശബ്ദിക്കരുത്, അവരെ വിട്ട് നീ പുറത്തു പോവുക ആജ്ഞാപിച്ചു. അതിൽ അശുദ്ധാത്മാവ് അവരെ വിളിച്ചുകൊണ്ട് പുറത്തുപോയി. അശുദ്ധാത്മാക്കളോട് പോലെ ആജ്ഞാപിക്കുന്നവ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ എന്ന് പറയുകയാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അധികാരം ഉണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ട് ഉപയോഗിക്കാവൂ. ആർക്കാണ് അധികാരം, എവിടെയാണ് അധികാരം? ഒരു വൈദികന്, ഇടവക വികാരിക്ക് അദ്ദേഹത്തിൻ്റെ ഇടവക്കാരുടെ മേലും ആ ഇടവക പള്ളിയിൽ തന്നെ സഹായം തേടി വരുന്ന ആൾക്കാരുടെ മേൽ അധികാരമുണ്ട്. ഒരു ഉപതാധ്യക്ഷന് രൂപതയിൽ അധികാരമുണ്ട്. ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലപ്പെട്ട അച്ഛന്മാർക്ക് അവിടെ വരുന്ന ആൾക്കാരുടെ മേൽ അധികാരമുണ്ട്. അപ്പോൾ അച്ഛന്മാർക്ക് മാത്രമേ അധികാരമുള്ളൂ? അല്ല. ഏതൊരു വിശ്വാസിക്കും, ഒരു കുടുംബത്തിൽ ഒരപ്പനും അമ്മയ്ക്കും മക്കളുടെ മേൽ ദൈവദത്തമായ അധികാരമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ മേൽ ഭാര്യയ്ക്ക് അധികാരം, ഭാര്യയുടെ ഭർത്താവിന് അധികാരം. അപ്പം അങ്ങനെയുള്ള മേഖലയിൽ നമുക്ക് ഈ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ഒരു മാതൃക,
ഈശോയുടെ നാമത്തിൽ അപ്പൻ്റെ അധികാരത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു, എൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന്, മകളിൽ നിന്ന് തിന്മയുടെ ഇന്നൊരു വിട്ടുപോകട്ടെ. അല്ലെ ഈശോയുടെ നാമത്തിൽ അമ്മയുടെ അധികാരത്തിൽ, അതുമല്ല എങ്കിൽ ഈശോയുടെ നാമത്തിൽ മാതാപിതാക്കളുടെ അധികാരത്തിലും, ഇനി ഭാര്യഭർത്താക്കന്മാർക്കിടയിലാണെങ്കിൽ ഈശോയുടെ നാമത്തിൽ ഭർത്താവിൻ്റെ അധികാരത്തിലും, ഈശോയുടെ നാമത്തിൽ ഭാര്യയുടെ അധികാരത്തിലും അവകാശത്തിലും ഞാൻ ആവശ്യപ്പെടുന്നു, എൻ്റെ പങ്കാളിയിൽ നിന്നും ഇന്ന തിന്മയുടെ വിട്ടുമാറിപ്പോകട്ടെ. അങ്ങനെ പറഞ്ഞ് നമുക്ക് ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചിരിക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വിവേകത്തോടെ ഉപയോഗിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, പങ്കാളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആജ്ഞാപിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്ന തിന്മയുടെ സാന്നിധ്യങ്ങൾ, കെട്ടുകൾ, അരുവികൾ, അതേക്കുറിച്ച് കേൾവിക്കാർക്ക്, കേൾക്കുന്ന വ്യക്തിക്ക്, മക്കളാകട്ടെ പങ്കാളിയാകട്ടെ അസ്വസ്ഥതയും പ്രകോപനവും ഉണ്ടാകുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. ചിലപ്പോൾ നമുക്ക് തന്നെ ബോധ്യം കാണും ഇന്ന ബന്ധനമാണ് എൻ്റെ മക്കളിൽ അല്ലെ പങ്കാളിലുള്ളത്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതേപറ്റി പറഞ്ഞ് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിന് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് സന്ദർഭം സംസാരിക്കേണ്ടതെന്ന് എഫേസ്യസ് ലേഖനം 4 വായിക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ വിവേകത്തോടെ എടുക്കണം. ബഹിഷ്കരണ ശുശ്രൂഷ വിവേകം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ നമ്മൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അപേക്ഷാ രൂപത്തിൽ നമുക്ക് എവിടെയും ഉപയോഗിക്കാം. പക്ഷെ ആജ്ഞാ രൂപത്തിലുള്ളത് നമുക്ക് അധികാരമുണ്ടെന്ന് ഉറപ്പുള്ളിടത്ത് അത് വിവേകത്തോടു കൂടെ അധികാരത്തിനനുസരിച്ച് ഉചിതമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.